2016 നമ്മൾ ഈ മാംഗോ ഫോൺ തട്ടിപ്പിന് പറഞ്ഞതിനെ തുടർന്നാണ് ഈ ആൻഡോ അഗസ്റ്റിനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും വന്നു തുടങ്ങിയത്. അപ്പോൾ 2016 തന്നെ PT തോമസ് ഉന്നയിച്ചൊരു ആരോപണമുണ്ട്. അതായത് ഈ മാംഗോ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്ന ദിവസം അത് ഉദ്ഘാടനം ചെയ്യാനിരുന്നത് പിണറായി വിജയനായിരുന്നു എന്നുള്ളത്. പിണറായി വിജയൻ പിന്നീട് അത് നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും അന്നും ഒരു കണക്ഷൻ അവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ആലോചിക്കണം. പിന്നീട് 2021 വരുമ്പോഴും ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ സർക്കാർ, പിന്നീട് മെസ്സിയുടെ കാര്യം വരുമ്പോഴും പിണറായിയുടെ സർക്കാർ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 126 കോടി രൂപ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് കൈമാറി അതിന്റെ റെസീപ്റ്റ് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൻഡോയുടെ നിലപാടും കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ കൃത്യമായി രഞ്ജിത്ത് അമ്പാടി സൂചിപ്പിച്ചതുപോലെ ഈ 126 കോടി രൂപ വെളുപ്പിക്കാനുള്ള പണിയായിരുന്നു ഈ കാണിച്ചു കൂട്ടിയെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ സർക്കാരിന്റെ മുഖ്യമന്ത്രി ഇതിൽ നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ സംശയാസ്പദമായി നിലനിൽക്കുമ്പോൾ, അന്നത്തെ കായിക മന്ത്രി നടത്തിയ ഇടപെടലുകൾ സംശയാസ്പദമായി നിലനിൽക്കുമ്പോൾ, ഈ കള്ളപ്പണ ഇടപാടിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾക്കും ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തെളിയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കൃത്യമായൊരു അന്വേഷണം നടത്തി ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവരെയെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ രഞ്ജിത്തേട്ടൻ പറഞ്ഞതുപോലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും ഒന്ന് വഞ്ചിക്കുകയും അതൊരു ഇലക്ഷൻ സ്റ്റാൻഡാക്കി മാറ്റിയെടുക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വഞ്ചനയ്ക്ക് കേരളം എങ്ങനെ മറുപടി പറയും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം.